ഗൈസ് രാവിലെ എണീച്ചതൊരു കോൾ ഗൈസ് വേറെ ആരുമല്ല നമ്മുടെ ബോസാണ് നമ്മളെ കോൾ ചെയ്തത്. ചെറിയൊരു പണിയുണ്ട്, അത് കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് കുളിച്ച് റെഡിയായി വരാൻ പറഞ്ഞു ഗൈസ്. ഞാനാണ് പറഞ്ഞ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ എൻ്റെ റൂമിലോട്ട് പോവാണ് ഗൈസ്, ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി. ഞാനാണ് പറഞ്ഞ റൂമിൽ കയറി നേരെ പോയി ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് തിരിച്ച് വന്നിട്ടുണ്ട്. ഞാനാണ് പറഞ്ഞ ഇന്ന് കുറച്ച് എക്സിക്യൂട്ടീവ് ലുക്കിലാണ്. സോ ഞാൻ നേരെ നമ്മുടെ റൂമിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് താഴെ പോകണം, എന്നിട്ട് നമ്മുടെ കാർ എടുത്തിട്ട് നമ്മുടെ ബോസിനെ കോൾ ചെയ്യണം എന്താ പരിപാടി വയ്ക്കാൻ വേണ്ടി. എന്തായാലും ഞാൻ വീട്ടിന്റെ വെളിയിലോട്ട് ഓടി ചാടി പോകുമ്പോഴേക്കും ഗൈസ് നോക്കുന്നു പെരും മഴ. എന്തായാലും ഞാനാണ് പറഞ്ഞത് നമ്മുടെ കാർ ഷെഡിൽ നിന്ന് കാറ് കാര്യങ്ങളൊക്കെ എടുത്ത് വെളിയിലോട്ട് ഇട്ടിട്ടുണ്ട് യൂസുക്ക്. ഇപ്പോൾ നമ്മൾ ഈ ഒരു കാറിലാണ് ഇന്ന് പോകുന്നത്. അങ്ങനെ ഞാനാണ് പറഞ്ഞ കാറ് കാര്യങ്ങളൊക്കെ കറക്കി എടുത്തിട്ട് പോകുന്നുണ്ട്. ഈ സിറ്റിയിൽ നോക്കുകയെന്ന് പറഞ്ഞാൽ എവിടെ തിരിഞ്ഞാലും ട്രാഫിക് ആയിരിക്കും കേസ്, അതാണ് ഏറ്റവും വലിയ. അതായത് നമ്മുടെ കാറൊന്ന് സർവീസിന് കൊടുക്കണമെന്നുണ്ട്, പറ്റുവാണെങ്കിൽ നമുക്ക് സർവീസ് സെന്ററിലേക്ക് കയറ്റിയിട്ട് ഒന്ന് സർവീസ് ചെയ്ത്. നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയത് മഴയൊക്കെ തോന്നിട്ടുണ്ട് യൂസുക്ക്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ബോസ് മെസ്സേജ് അയച്ചിട്ട് ഒരു വീട്ടിലോട്ട് പോയിട്ട് ഒരു ബോംബ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മളാണ് പറഞ്ഞാൽ ആ വീട് കണ്ടുപിടിക്കണം, ആ ബോംബ് ഉണ്ടാക്കുന്ന വീട്. അതുപോലെ തന്നെ എനിക്ക് നല്ല രീതിയിൽ ഡ്രൈവിംഗ് അറിയുന്നത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ വണ്ടി അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി നല്ല അലക്കലക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് നമ്മളെ ബോസ് പറഞ്ഞ ലൊക്കേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ആ ഒരു വീട്ടിനകത്തേക്കാണ് കേസ് നമുക്ക് പോകേണ്ടത്. എവിടെയാണ് പറഞ്ഞാൽ കുറേ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. സോ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും സൈഡായിട്ട് നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വീടാണ് തോന്നുന്നത് കേസ്. എന്തായാലും നമുക്ക് ഇവിടെ വണ്ടി കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങിയിട്ട് ഈ വീട് തന്നെയാണോ ഞാനാണ് പറഞ്ഞ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് മെല്ലെ ആ വീട്ടിനകത്തോട്ടേക്ക് നടന്ന് പോകുന്നുണ്ട് കേസ്. എനിക്ക് തോന്നുന്നു ഈ വീട് തന്നെയായിരിക്കും. അങ്ങനെ നമ്മൾ വീട്ടിന് മുന്നിൽ പോയിട്ട് കോണിംഗ് ബെല്ല് അടിച്ചത് ഉള്ളിലോട്ട് വരാൻ പറഞ്ഞു കേസ്. ഇപ്പോൾ ഉള്ളിലോട്ട് പോകുന്ന ടൈമിൽ കേസ് ഇവിടെ ലാപ്പിൽ ആരോ വർക്ക് ചെയ്യും. ഇപ്പോൾ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്നാണ് കേസ് നമുക്ക് ബോംബ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് വെക്കാനുള്ളത്. സോ എന്തായാലും പുള്ളിക്കാരനാണ് പറഞ്ഞാൽ ഇവിടെ ബോംബ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പോകുമ്പോൾ. അങ്ങനെയാണ് പറഞ്ഞാൽ പുള്ളിക്കാർ ഒരു ബാഗ് കാര്യങ്ങളൊക്കെ തന്നെ കേസ്. ഈ ഒരു ബാഗിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ബോംബ് കാര്യങ്ങളൊക്കെ ഉള്ളത്. സോ ഇതൊരു കമ്പനിയിലാണ് കേസ് നമുക്ക് പോയി വെക്കേണ്ടത്. സോ ഞാനാണ് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് നമ്മുടെ കാറിൻ്റെ അങ്ങോട്ട് പോകും. നമ്മളാണ് പറഞ്ഞാൽ നമ്മുടെ കാറിൽ പോയി പറഞ്ഞാൽ എന്തായാലും പിടിക്കപ്പെടും. അത് കാരണം കൊണ്ട് തന്നെ ഞാൻ വേറെ ഏതോ ഒരുത്തിൻ്റെ കാർ എടുത്തിട്ടാണ് നമ്മളിന്ന് ബോംബ് വെക്കാൻ പോകുന്നത്. സോ എൻ്റെ കാറിൽ ഞാൻ ബോംബ് വെക്കാൻ പോയി പറഞ്ഞാൽ ഞാനാണെന്ന് അറിയും. സോ ബോസ് പറഞ്ഞത് ഞാനാണെന്നേ അറിയാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അടുത്തതായിട്ട് നമുക്ക് പോകുന്നത് ഡ്രസ്സിൻ്റെ ഷോപ്പിലാണ് കേസ്. നമ്മുടെ ഗെറ്റപ്പ് കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കണം, നമ്മളാണെന്നേ അറിയാൻ പാടില്ല. സോ അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ വേറൊരു ഡ്രസ്സിൻ്റെ ഷോപ്പിൽ കാര്യങ്ങളൊക്കെ പോയിട്ട് പുതിയ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നേരെ അവിടെ കാണുന്ന ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പിൻ്റെ സൈഡ് തന്നെ ഒരു വണ്ടി പാർക്കിംഗ് ഉണ്ടായിരുന്നു. സോ അവിടെ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാനാണ് ആ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എൻ്റെ കയ്യിലാണ് ഓരോ ബോംബ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇതൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ ഞാനാണ് പറഞ്ഞാൽ അവിടെ ബാഗ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ ജാക്കറ്റ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ജാക്കറ്റ് എടുത്തോന്നാണ് നമ്മുടെ ബോസ് പറഞ്ഞത്. അപ്പോൾ ഞാനാണ് പറഞ്ഞ അവിടെ കളർ കാര്യങ്ങളൊക്കെ നോക്കി എടുക്കണേ. മാറ്റി ലാസ്റ്റ് എനിക്ക് ഈ ഒരു ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, അവിടെ നിന്ന് ആ സാധനം കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തില്ല. ഏകദേശം $120 കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ ബില്ല് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ പുറത്തോട്ട് പോവുകയാണ് കേസ്. നമ്മുടെ കാർ പാർക്ക് ചെയ്ത് അവിടെ പോയിട്ട് നമ്മുടെ കാർ കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇനി നമ്മൾ ബോംബ് വെക്കാൻ. അങ്ങനെ നമ്മൾ കാർ എടുത്ത് നമ്മുടെ ബോസ് കാര്യങ്ങളൊക്കെ കോൾ ചെയ്തിട്ടുണ്ട് കേസ്. നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്, അവിടെ പോയിട്ട് ബോംബ് എങ്ങനെ വെക്കണേന്നൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടായിരുന്നു കേസ്. അങ്ങനെ നമ്മൾ ആ കാർ കാര്യങ്ങളൊക്കെ എടുത്ത് ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് നമ്മൾ ആ കമ്പനീൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു കമ്പനീൻ്റെ ഉള്ളിലാണ് നമുക്ക് ബോംബ് കാര്യങ്ങളൊക്കെ വെക്കുക. ഞാൻ ഇവിടെ കയറുന്നത് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല കേസ്, നമ്മുടെ കമ്പ്യൂട്ടർ റിപ്പയർ പറഞ്ഞിട്ടാണ് കയറുന്നത്. സോ നമ്മൾ നേരെ പോവുക, കമ്പ്യൂട്ടർ റിപ്പയർ ചെയ്യുന്ന പോലെ അഭിനയിക്കുക, അവിടെ ബോംബ് വെക്കുക, തിരിച്ചു വരിക കേസ്. ഇതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഈസി കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയിട്ട് അവിടെ പറയണേ ഈസി കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ നേരാക്കാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞപ്പോൾ. സോ എൻ്റെ അടുത്ത് അവിടെ ഇരിക്കാൻ പറഞ്ഞു, വേറൊരാൾ വന്നിട്ട് വിളിച്ചിട്ടും പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുമ്പോഴേക്കും ഒരുത്തം വന്ന് കേസ് സിഗരറ്റ് കാര്യങ്ങളൊക്കെ കത്തിച്ചിട്ട് വന്നിട്ട് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ പിന്നാലെ പറഞ്ഞു. സോ എന്തായാലും ഞാനാണ് പറഞ്ഞാൽ അവനെ ഫോളോ ചെയ്യും. ഞാനാണ് പറഞ്ഞാൽ അവൻ്റെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. സോ നമുക്ക് എങ്ങനെയെങ്കിലും ബോംബ് വെച്ചേ പറ്റുള്ളൂ യൂസൊക്കെ. അപ്പോൾ മേലോട്ട് കയറി വരുമ്പോഴാണെങ്കിൽ ഇവിടെ ഗെയിം സെൻറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഞാനാണ് പറഞ്ഞാൽ മാസ് കാണിച്ച് അവൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് യൂസൊക്കെ. അപ്പോൾ ഇതാണ് അവരുടെ കമ്പനി. സോ ഇവിടെയാണ് നമുക്ക് ബോംബ് വെക്കുന്നത്. അവനാണ് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവന്നിട്ട് ഒരു കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട് യൂസൊക്കെ. ഈ ഒരു കമ്പ്യൂട്ടറാണ് നേരാക്കേണ്ടത്. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആ കസാരയിൽ കയറി. അങ്ങനെ അവൻ പറഞ്ഞ ആ ഒരു ചായ കുടിച്ചിട്ട് അപ്പോഴേക്കും നേരാക്കി വെച്ചാൽ മതി പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പറഞ്ഞു. അങ്ങനെ അവിടെ നോക്കുമെന്ന് പറഞ്ഞാൽ എല്ലാവരും ചായ കുടിക്കാൻ പോയപ്പോൾ ഞാൻ നേരെ ഓഫീസിലോട്ട് പോയി. അവരുടെ ഓഫീസിലോട്ട് പോയപ്പോൾ അവിടെ ഒരു ബോക്സ് കണ്ടു. ഞാൻ പെട്ടെന്ന് ആ ഒരു ബോക്സ് ഓപ്പൺ ആക്കിയിട്ട് എൻ്റെ പണി തുടങ്ങി. ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു മൊബൈൽ ഉണ്ട്, ആ മൊബൈലിലാണ് നമുക്ക് ബോംബ് കാര്യങ്ങളൊക്കെ വെക്കാം. നമ്മൾ പെട്ടെന്ന് തന്നെ ബാഗ് കാര്യങ്ങളൊക്കെ തുറന്നിട്ട് ബോംബ് എടുക്കുന്നുണ്ട്. ഈ ഒരു ബോംബ് കാണാൻ നമ്മുടെ ബാറ്ററി പോലെ ഉണ്ടാവും ഫോണിൽ. ഞാൻ പെട്ടെന്ന് ഫോണിൻ്റെ ബാക്ക് ഭാഗം തുറന്നിട്ട് അതിൻ്റെ ബാറ്ററി മാറ്റിയിട്ട് അവിടെ നമ്മുടെ ബോംബ് സെറ്റാക്കി വെച്ചു. ആ പെട്ടി എങ്ങനെയുണ്ടായിരുന്നു അതേപോലെ തന്നെ അടച്ചു വെച്ചിട്ട് ഞാൻ നൈസായിട്ട് ഓഫീസിൻ്റെ വെളിയിലോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ബോംബ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് ഞാൻ എല്ലാവരും കാണാതെ ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിനി നേരെ പോകേണ്ടത് നമ്മുടെ വീട്ടിലോട്ട്. ഇത്ര നേരം ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് അടിക്കാൻ പറഞ്ഞ മച്ചാൻ പറയണം, ഒന്ന് ലൈക്ക് അടിച്ച് കൂടിയിരിക്കണം, സബ്സ്ക്രൈബ് ബട്ടനും കൂടെ അങ്ങോട്ട് അടിച്ച് പൊട്ടിച്ച് പവർ ആയിട്ട് ഗൈസ്. ഇത് നമ്മുടെ പുതിയൊരു ചാനലാണ്. ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കിടിലം വീഡിയോസ് ഇനി മുതൽ നമ്മുടെ ചാനലിൽ വരുന്നതാണ് ഗൈസ്. അപ്പോൾ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ലാഗ് അടുപ്പിക്കുന്നില്ല ഗൈസ്. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ബോംബ് പൊട്ടുന്ന വീഡിയോ നമുക്ക് പാർട്ട് 2 ഇടാം.